ഒരു നേരം ഭക്ഷിക്കുന്നവൻ യോഗി, 2 നേരം ഭക്ഷിക്കുന്നവൻ ഭോഗി, 3 നേരം ഭക്ഷണം കഴിക്കുന്നയാള് രോഗി എന്ന്. അതായത് 3 നേരത്തെ ആഹാരം നമ്മളെ രോഗിയാക്കി തീർക്കുമെന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും നമ്മളൊക്കെ 3-4 തവണ ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നവരാണ് അല്ലേ? കാരണം നമ്മുടെ ശരീരത്തെപ്പറ്റി നമുക്ക് വലിയ കൺസേൺ ഉണ്ട്. ശരീരത്തിന്റെ ആരോഗ്യം, കൃത്യമായ വ്യായാമം, കൃത്യമായ ഭക്ഷണ രീതികളൊക്കെ നമ്മൾ പാലിക്കുന്നവരാണ്. ഈ ഭക്ഷണം കഴിക്കാത്തൊരു ദിവസത്തെ പറ്റിയൊക്കെ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. ഇന്നത്തെ സുവിശേഷത്തില് സക്കറിയയുടെ പ്രവചന ഗീതമാണ്. ഇവിടെ ലൂക്കാ സുവിശേഷകൻ അവസാന ഭാഗത്ത് ഈ സ്നാപക യോഹന്നാനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. ശിശു വളർന്നു, അവൻ ആത്മാവിൽ ശക്തിപ്പെട്ടു എന്നുള്ളത്. നമ്മുടെ ശരീരത്തെ നമ്മൾ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതല്ലേ നമ്മുടെ ആത്മീയ കാര്യങ്ങളും നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയും എന്നുള്ളത്. എല്ലാ ദിവസവും നമ്മൾ കൃത്യമായി ഭക്ഷണം കഴിക്കുന്നുണ്ട്, ശരീരത്തെ കൃത്യമായിട്ട് പരിപാലിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ മാത്രം എന്തുകൊണ്ടാണ് ഈ ഒരു അലംഭാവം ഉണ്ടാകുന്നത്? ആത്മീയമായിട്ട് നമ്മൾ ശക്തിപ്പെടാനായിട്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്? ആത്മീയ പിതാക്കന്മാരൊക്കെ നമ്മളെ ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തി ഒന്നെങ്കിൽ ആത്മീയമായിട്ട് വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവൻ തളർന്നുകൊണ്ടിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് നമ്മളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന പോലെ വലിയ കുഴപ്പമില്ല, അങ്ങനെ ഒരു അവസ്ഥ ഇല്ല എന്നാണ് പറയുക. അതുകൊണ്ട് ഒന്നുകിൽ നമ്മൾ ചിന്തിക്കുക, എല്ലാ ദിവസവും ആത്മീയമായിട്ട് എനിക്ക് വളർച്ച ഉണ്ടാകുന്നുണ്ടോ? എനിക്ക് ഈ വളർച്ച ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ആത്മീയമായിട്ട് തളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ശരീരത്തെ എത്രമാത്രം നമ്മൾ കെയർ ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനെയും കൂടി ഒന്ന് കെയർ ചെയ്യണം കേട്ടോ.